ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടൊന്നും ഒരു ആവശ്യമില്ല. ഇയാളോട് നന്ദി പറയാൻ ഇയാൾ എന്ത് കാര്യ ചെയ്തത്? വയസ്സ് ചോദിക്കാൻ പാടില്ല. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. അതെ, രത്നകുമാരി അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. ചേച്ചി രണ്ടു വാക്ക്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ജീവിതത്തിൽ ഒരു ദിവസം കൂടി കടന്നു പോകണല്ലോ. അതിന് നിനക്കെന്താണ് നഷ്ടം? പിന്നെ ആർക്കാ നഷ്ടം? വീട്ടില് പായസം എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? വീട്ടില് കേട്ടില്ല. വീട്ടില് പായസം എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? എപ്പോ നോക്കിയാലും ഈ തീറ്റയുടെ കാര്യമുള്ളൂ തണ്ടി. വീട്ടിലെ പായസം ഉണ്ടോ? ബർത്ത്ഡേ ആയിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എന്തിനാ ഇങ്ങനെ ഓരോ കുറിപ്പുകളും ഇവിടെ തല്ല കിട്ടുവരുന്നേ? ചൊറിയുന്ന വർത്താനം ഇപ്പൊ പറയരുത്. ബർത്ത്ഡേ ആയിട്ട് പായസം ഒക്കെ വെക്കില്ല നമ്മള് വീട്ടില്. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി. അവിടെ വന്നാൽ ഞാൻ നാളെ പറഞ്ഞ അവരുടെ അടുത്ത് പായസം ഉണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. താങ്ക് യു. ഓരോ മാരണങ്ങളെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനിവിടെ സമാധാനം എടുത്തിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? ചേച്ചിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും കൂടി വന്ന വിശ്വ ഉറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. എന്തൊക്കെ പ്രതീക്ഷ വന്നല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖത്ത് നോക്കി നല്ല 10 തെറി കൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലി നല്ല പുഷ്പം പോലെ കേട്ടോണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ, ഒരുപാട് തവണ. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എല്ലാവരും തിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം.